ഹലോ! ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിനിട്ട് വട്ട് കളിപ്പിച്ച സന്തോഷത്തിലാണ് രഞ്ജു ഉള്ളത്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, "ഗീതു കണ്ടുപിടിച്ച തെളിവുകളാണ് നീ ഇപ്പോൾ കാണിച്ചു തന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ വെറുതെ അവളുടെ മുന്നിൽ വെച്ച് നിന്നെ കൊച്ചാക്കേണ്ട വെച്ചിട്ടൊന്നും പറയാഞ്ഞേ." അപ്പോൾ രഞ്ജു കുസൃതിയോടെ "സോറി, താങ്ക്സ്" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദ് സങ്കടത്തോടെ പറയാം, "ഇനി ഞാൻ അവളെ എങ്ങനെ പോയിട്ട് സമാധാനിപ്പിക്കുമെന്ന് അറിയില്ല." അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, "അത് സാരമില്ല, അവൾക്ക് ഇത്തിരി സമാധാനക്കുറവ് ഉണ്ടായിക്കോട്ടെ. ഇനി അത്രയ്ക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിലേ അവളുടെ പുതിയ വളർത്തമ്മ അവളെ വിളിച്ച് നല്ല താരാട്ട് പാട്ട് പാടിക്കൊടുത്തോളും. കാരണം നമ്മളെ ജനിപ്പിച്ച ആ സ്ത്രീ വേദനിപ്പിക്കുന്നത് നമ്മളെ രണ്ടുപേരെയും മാത്രമാണ്. ഗീതുവിനവർ സാന്ത്വനത്തിൻ്റെ ഇളം തന്നലാ." അത് ശരിയെന്ന പോലെ തന്നെ ഗീതു നേരെ പോയിട്ട് വിളിക്കുന്നത് വിജയലക്ഷ്മിയെ തന്നെയാണ്. എന്നിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട്, "വരുണിനെതിരെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ തെളിവുകളാണ് അമ്മേ അവൾ കണ്ണേട്ടന് കൊടുത്തുകൊണ്ട് കണ്ണേട്ടൻ്റെ മുന്നിൽ സ്റ്റാറായത്." പക്ഷേ വിജയലക്ഷ്മിക്ക് എന്താ മറുപടി പറയേണ്ടതെന്ന് മനസ്സിലാവില്ല. കാരണം സ്വന്തം മോളെക്കുറിച്ചാണ് പറയുന്നത്. അതും അറിയാതെയാണ് ഗീതു സംസാരിക്കുന്നത്. അപ്പം വിജയലക്ഷ്മി വിചാരിക്കുകയാണ്, അവളാണ് തെളിവുകൾ കണ്ടെത്തിയതെന്ന് അറക്കലുള്ളവർ വിശ്വസിക്കണ്ടേ, പ്രത്യേകിച്ച് രാധിക. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, "അതിന് പിന്നിൽ ഞാനാണെന്നാ രാധികാമ്മ അടക്കം എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ കണ്ണേട്ടൻ രഞ്ജുവിനെ അഭിനന്ദിക്കുന്നേ." അപ്പോൾ വിജയലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, രഞ്ജുവിനെ രാധിക സംശയിച്ചാൽ അവളെ ഇല്ലാതാക്കാൻ നോക്കും. ഭാഗ്യത്തിന് അത് സംഭവിച്ചിട്ടില്ല. അപ്പം സംസാരമൊന്നും കേൾക്കാത്തപ്പോൾ ഗീതു വിളിക്കുന്നുണ്ട്, "ഹലോ." പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി ചിന്തിക്കുകയാണ്, "ഈശ്വര, ഗീതുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആലോചിക്കാതെ ഞാൻ ശിവയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രമാണല്ലോ ആലോചിച്ചത്. അമ്മ എന്താ ആലോചിക്കുന്നേ?" പെട്ടെന്ന് പതറിക്കൊണ്ട് വിജയലക്ഷ്മി പറയാണ്, "അതെ, ഞാൻ പെട്ടെന്ന് ഇനി എന്തായിരിക്കും രാധികയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന് ആലോചിക്കുകയായിരുന്നു. വരുൺ നടത്തിയ ചെറിയൊരു തട്ടിപ്പ് മാത്രമാണിത്. അയാളെ പുറത്തു നിർത്തി അന്വേഷണം തുടങ്ങിയ കോടികളുടെ തട്ടിപ്പ് പുറത്തറിയും." അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം സ്വന്തം മോനെയാണല്ലോ ചതിച്ചുകൊണ്ടിരിക്കുന്നത് വരുണ്. പക്ഷെ അതൊന്നും ഗീതുവിനോട് പറയാൻ വയ്യ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, "പക്ഷെ അതിനു മുമ്പ് കണ്ണേട്ടൻ്റെ അടുത്ത് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് രാധികാമ്മ വരുണിനെ തിരിച്ചു കൊണ്ടുവരും. നീ സൂക്ഷിച്ച് നിൽക്കണേ മോളെ." അപ്പോൾ ഗീതു പറയുന്നുണ്ട്, "എനിക്ക് പേടിയൊന്നുമില്ലമ്മേ. ഗോവിന്ദേട്ടൻ്റെ ഫ്രണ്ടില്ലേ ആ കുഞ്ചു, രഞ്ജു, അവൾ നല്ലൊരു ചാൻസ് എനിക്ക് നഷ്ടപ്പെടുത്തിയതിൻ്റെ സങ്കടമാണ്. അവളെ ഇപ്പം ആ തെളിവുകൾ കാണിക്കാതിരുന്നെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ രാധികാമ്മയും വരുണിനെയും കുടുക്കായിരുന്നു." അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, "ഓ, നീ അവളുടെ കാര്യം വിട്ടേക്ക്. ഒന്നാള് കളിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അവൾക്കേ ഈ പറഞ്ഞതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായി കാണില്ല." അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയും, "വെറുതെ അമ്മേ, അവളെ പഠിച്ച കള്ളിയാ. അവൾക്കേ ഇതിനെക്കുറിച്ചെല്ലാം അറിയാം. അവളെ മറ്റെന്തോ ഉദ്ദേശത്തോടെ വന്നിരിക്കുന്നേ. ഇപ്പോൾ എല്ലാ കാര്യത്തിലും കയറി അങ്ങ് ഇടപെടാൻ തുടങ്ങിയിരിക്കുക. ഇങ്ങനെ പോയാൽ രാധികാമ്മയ്ക്ക് മുന്നേ എൻ്റെ കൈകൊണ്ട് അവൾ തീരും." പെട്ടെന്ന് അറിയാതെ തന്നെ വിജയലക്ഷ്മിയുടെ വായിൽ നിന്ന് "അയ്യോ" എന്നൊരു ശബ്ദം വന്നു. കാരണം സ്വന്തം മകളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം അത് കേൾക്കാണ്ട് ഗീതു ചോദിക്കുന്നുണ്ട്, "രഞ്ജു ചെയ്ത ഈ കാര്യത്തിനെക്കുറിച്ച് അമ്മ എന്തോ ഒന്നും പറയാത്തേ?" അതിപ്പോൾ 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 അവൾ ചെയ്തത് മോശമായിപ്പോയി. ചിലപ്പോൾ ഗോവിന്ദന് എന്തെങ്കിലും പ്രയോജനമുണ്ടാവും എന്ന് കരുതി ചെയ്തതാവും. എന്തായാലും വരുണിന് കൃത്യമായിട്ട് ഒരു താക്കീതും ശിക്ഷയും കിട്ടിയില്ലേ. പിന്നൊരു കാര്യം, വന്നു കയറിയ ആ പെണ്ണിനെ നീ ശത്രുവായിട്ടൊന്നും കാണണ്ട. നിന്റെ അവിടുത്തെ ശത്രുക്കൾ രാധികയും വരുണുമാണ്. അവരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി." അപ്പോൾ ഗീതു ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ആരും എന്താ രഞ്ജുവിനെ കുറ്റപ്പെടുത്താത്തേ? അമ്മയും അവളെ ന്യായീകരിച്ചാണല്ലോ സംസാരിച്ചേ. ഗീതുവിൻ്റെ സംശയം മാറുന്നില്ല. അപ്പോൾ ഗീതുവിൻ്റെ സംസാരമൊന്നും കേൾക്കാത്തപ്പോൾ വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട്, "മോളെ, ശരി, ഞാൻ പിന്നെ വിളിക്കാം" എന്നും പറഞ്ഞുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഗീതു കോൾ കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്കാണ് പോകുന്നത്. കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, "അമ്മേ, ശിവയും ഗീതുവും എനിക്കൊരുപോലെയല്ലേ? അവർ തമ്മിൽ ശത്രുക്കളെ പോലെ കഴിയാൻ പാടില്ല. അവർക്കിടയിലെ മത്സരം ഒഴിവാക്കി ഒരുമിപ്പിച്ച് നിർത്തണേ ദേവി. അതിനാദ്യം ഗോവിന്ദന് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറണം. അവൻ്റെ ഉള്ളിൽ എന്നോടുള്ള വെറുപ്പ് ഇല്ലാതാക്കി തരണം. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മോനെ കൊണ്ട് ആത്മാർത്ഥമായി അമ്മയെന്ന് വിളിപ്പിക്കണം. അതിനുള്ള ഭാഗ്യം എനിക്ക് തരണേ ദേവി" എന്ന് പറഞ്ഞ് അവർ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് കരയാണ്. ഒരുപാട് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനടിച്ച് ഉലാത്തിയതിന് ശേഷം അവിടെ ഒരു ചെയറിലിരിക്കുകയാണ് ഗീതു. എന്നിട്ട് സ്വയം ചിന്തിക്കുന്നുണ്ട്, രഞ്ജുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം. അപ്പോഴേക്കും രഞ്ജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഗീതുവിനോട് പറയാണ്, "പ്ലാനിങ് എല്ലാം പൊളിഞ്ഞതിൻ്റെ നിരാശയിലായിരിക്കും." അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി രഞ്ജുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയാം, "സ്റ്റെപ്പ് മദറിനെ കുറിച്ചും അവരുടെ മോനെക്കുറിച്ചും നീ പറഞ്ഞതൊന്നും ഗോവിന്ദേട്ടൻ വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുകയുമില്ല. കാരണം അവരോടൊക്കെയുള്ള ഗോവിന്ദേട്ടൻ്റെ ബന്ധം അത്രയ്ക്ക് വലുതാ. പക്ഷേ നീ ഉണ്ടാക്കിയ അതേ തെളിവുകൾ വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഗോവിന്ദേട്ടൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഒരു കാര്യം നിനക്ക് മനസ്സിലായല്ലോ, അവരെക്കാൾ ഏറെ ആത്മബന്ധം എന്നോടാണെന്ന്." അപ്പോൾ ഗീതു പറയുന്നുണ്ട്, "മറ്റൊന്നും നോക്കാതെ ഇയാൾക്ക് എന്ത് വേണേലും കാണിക്കാം, എത്ര വലിയ റിസ്ക് വേണേലും എടുക്കാം. കാരണം ഇയാൾ ലക്ഷ്യമിടുന്നത് ലാഭം മാത്രമാണ്." അപ്പോൾ രഞ്ജു തിരിച്ചു മറുപടി പറയുന്നുണ്ട്, "ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്നവളാണ് ഞാനെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ ഗീതു എന്നോട് മത്സരിക്കാൻ വരുന്നത്?"
ഞാൻ പറഞ്ഞല്ലോ, നിന്നെപ്പോലെ സ്വാർത്ഥ ലക്ഷ്യമല്ല എൻ്റേത്. ചതിക്കുന്നവരെ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ പുറത്താക്കുന്നതാ ഗീതു പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു കളിയാക്കുകയാണ്. പക്ഷേ നിന്റെ ശ്രമങ്ങളെല്ലാം പരാജയമായി പോയില്ലേ? പെട്ടെന്നുള്ളതെല്ലാം താൽക്കാലിക ജയങ്ങളാ. ശത്രുക്കളുടെ മേലുള്ള അന്തിമ വിജയത്തിന് കുറച്ച് സമയമെടുക്കും. അവരുടെ അസ്ഥിവാരം തോണ്ടി അടിയോടെ മുറിച്ചിടണം, അല്ലെങ്കിൽ വീണ്ടും കിളിർത്തു വരും. ഗീതു ദേഷ്യത്തോടെ പറയണം. പക്ഷെ വീണ്ടും രഞ്ജു കളിയാക്കുകയാണ്. നീ വിചാരിച്ച വാചക കസരത്ത് നടത്താന്നല്ലാതെ ഗോവിന്ദേട്ടനെ വിശ്വസിപ്പിച്ച് രാധികയെയോ വരുണിനെയോ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റില്ല. ഈശ്വരൻ വന്ന് സാക്ഷി പറഞ്ഞാലും നീ പറയുന്നത് ഗോവിന്ദേട്ടൻ വിശ്വസിക്കത്തേയില്ല. നിന്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിലും അത് എന്നെ ഏൽപ്പിക്ക്. അത് വെച്ച് നിന്റെ ലക്ഷ്യം ഞാൻ നടത്തിക്കാട്ടാം. അതിന് രഞ്ജുവിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഒറ്റയ്ക്ക് നിന്നാ ഇത്ര നാളും ഞാൻ പൊരുതി നിന്നത്. അതിൻ്റെ റിസൾട്ടും എനിക്ക് തന്നെ കിട്ടണം. അതുവരെ ഞാനിവിടെ റിബലായിരിക്കും. അപ്പം രഞ്ജു തിരിച്ചു ചോദിക്കുകയാണ്. എത്ര നാൾ നിനക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും ഇറങ്ങിപ്പോവേണ്ടവളല്ലേ നീ? അപ്പോൾ ഗീതു ഇവളെന്താ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ രഞ്ജുവിനെ നോക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, നീ ഇവിടെ കണ്ണേട്ടാന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് നിൽക്കുന്നത് വെറും കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടല്ലേ? അപ്പോൾ ഗീതു ശരിക്കും ഷോക്കാവുകയാണ്. ഇതെങ്ങനെ രഞ്ജു അറിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ. നീയും ഗോവിന്ദേട്ടനും തമ്മിലുള്ളത് വെറും ഒരു കോൺട്രാക്റ്റ് മാരേജ് അല്ലേ? മറ്റൊരു കാര്യസാധ്യത്തിനു വേണ്ടി കുറച്ചുനാൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാമെന്ന വാക്കാലുള്ളൊരു എഗ്രിമെൻറ്റ്. ഇത് ശരിക്കും ഷോക്കാവുകയാണ്. ഇതൊക്കെ രഞ്ജു എങ്ങനെ അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അതിനും അപ്പുറം മറ്റെന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ഇത് ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. ഇത് നിന്നോട് ആരാ പറഞ്ഞേ? പറയ്, ആരാ പറഞ്ഞേ? ആര് പറഞ്ഞാലെന്താ, സത്യമല്ലേ? നിങ്ങളുടെ ഡിവോഴ്സ് കേസ് കോടതിയിൽ പരിഗണനയല്ലേ? ഗീതുവിനൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ രഞ്ജു അറിഞ്ഞതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ആരാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ്, അത് ആരായിരിക്കും, കണ്ണേട്ടനാണോ എന്നൊക്കെ. അപ്പോൾ രഞ്ജു പറയാണ്, ബാക്കിയൊക്കെ പുറകെ. ഓക്കെ എന്നും പറഞ്ഞ് രഞ്ജു അവിടുന്ന് ഗീതുവിൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ്. രഞ്ജു പോയതിനു ശേഷം ഗീതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശേഷം സ്വയം വിചാരിക്കുകയാണ്, ഇത് അവളോട് പറഞ്ഞത് കണ്ണേട്ടനാ. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഗീതു നേരെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ തയ്യാറാക്കുമായിരുന്നു ഗോവിന്ദ് മുറിയിൽ വെച്ചിട്ട്. പെട്ടെന്ന് ഗീതു പിന്നാലെ പോയിട്ട് കണ്ണേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗോവിന്ദ് ഞെട്ടിയിട്ട് തിരിയാണ്. ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ കൊച്ചിയിലെ നമ്മുടെ ഓഫീസിൻ്റെ പ്ലാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗീതുവിന് ദേഷ്യം പിടിക്കുകയാണ്. വീണ്ടും കണ്ണൻ്റെ ഷോൾഡറിൽ പിടിച്ച് വലിച്ചിട്ട് പറയുന്നുണ്ട്, എന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാൻ പണിയണ്ട എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ എടുത്ത് വലിച്ച് കയറുകയാണ്. അപ്പം ബെഡിലേക്ക് വീണിട്ടുണ്ടായിരുന്ന ഗോവിന്ദ് എഴുന്നേറ്റ് വന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യത്തോടെ വരുന്നത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ കെട്ടിടത്തിൻ്റെ പ്ലാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എന്നോട് തെറ്റ് ചെയ്തതേ നിങ്ങളാ. അപ്പം ഗോവിന്ദ് ചോദിക്കും, ഞാനോ? അതെ, നമ്മൾ തമ്മിലുള്ളത് കോൺട്രാക്ട് മാരേജാണ്. നിങ്ങൾ എന്തിനാ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു നടക്കുന്നേ? അപ്പോൾ ഗോവിന്ദ്, ഇത്രേ കാര്യമുള്ളോ എന്നൊരർത്ഥത്തിൽ? അതൊരു പച്ചയായ സത്യമല്ലേ, പിന്നെ പറയുന്നതിനെന്താ കുഴപ്പം? ഓഹോ, പച്ചയായ സത്യമല്ലേ? അതിനുശേഷം കഴുത്ത് കിടന്ന താലി എടുത്തിട്ട് ഗോവിന്ദിന് നേരെ നീട്ടിക്കൊണ്ട് ഗീതു പറയും, ഇതിലെവിടെയാ കോൺട്രാക്റ്റ് താലിയാണെന്ന് എഴുതിയിരിക്കുന്നേ? കാണിക്കേ, ഈ ഒന്നാം തരം താലിയിൽ എവിടെയാ കോൺട്രാക്റ്റ് എന്നുള്ള സൈൻ മാർക്കുള്ളത്? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആ കോൺട്രാക്റ്റ് താലിയിലല്ലല്ലോ, നമ്മുടെ മനസ്സിലല്ലേ. എങ്കിലേ കോൺട്രാക്റ്റിനെ കുറിച്ച് പുറത്ത് ആരോടും പറയരുതെന്ന് നമ്മൾ തമ്മിൽ ധാരണയുണ്ടായിരുന്നു. കണ്ണേട്ടൻ അത് തെറ്റിച്ചു. അപ്പോൾ ഗോവിന്ദ് അത്ഭുതത്തോടെ പറയും, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങളാ കുഞ്ചുവിനോട് പറഞ്ഞു. പെട്ടെന്ന് ഗോവിന്ദിന് ചെറുതായിട്ടൊന്ന് ബൾബ് മിന്നുകയാണ്. ഞാനല്ല പറഞ്ഞത്, പക്ഷെ പറഞ്ഞ ആരാന്നുള്ളത് ഗോവിന്ദിന് അറിയാം. പെട്ടെന്ന് ഗോവിന്ദ് ഗീതുവിൻ്റെ മുന്നിൽ നിന്ന് ഹൈഡാവാണ്, അതായത് മുഖം മറക്കുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കോൺട്രാക്റ്റ് മാരേജ് മാത്രമെന്നല്ല, നമ്മൾ തമ്മിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ട്, അത് കോടതിയിലാണെന്നും നിങ്ങൾ പറഞ്ഞു. അപ്പം പിന്തിരിഞ്ഞ് നിന്ന് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവളുടെ അമ്മയായിരിക്കും അവളോട് ഇക്കാര്യം പറഞ്ഞത്. ആ സ്ത്രീയുടെ മകളാണ് രഞ്ജു എന്നുള്ളതും ഇവൾ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അധികം വൈകാതെ ആ സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് ഇവൾ മനസ്സിലാക്കും. അത് വേണ്ട. അപ്പോഴേക്കും ഗീതു അത് തന്നെ നോക്കി നിന്നിട്ട് ഗീതു വന്നിട്ട് പറയുന്നുണ്ട്, ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം കുഞ്ചുവിനോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗോവിന്ദ് ആർട്ടിഫിഷ്യലായിട്ട് ദേഷ്യത്തിൽ പറയും, ആ ഞാൻ തന്നെയാണ് പറഞ്ഞത്, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. കേസ് കൊടുക്കും, പക്ഷേ കോടതിയിലല്ല, പ്രിയയുടെ മുമ്പിൽ. പ്രിയയും വിനോദും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടിയാണ് നമ്മൾ തമ്മിൽ കോൺട്രാക്റ്റ് തുടങ്ങിയത്. വന്നിപ്പം മെഗാ സീരിയലിൻ്റെ കഥ പോലെയായി. പ്രിയ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആ മെഗാ സീരിയലിൻ്റെ കഥ അറിയാം. ആ സ്ഥിതിക്ക് ഞാൻ പ്രിയയോടെല്ലാം തുറന്നു പറയാൻ പോവുക. അവളുടെ വലിയേട്ടൻ പ്രിയപ്പെട്ട അനിയത്തിപ്രാവിനെ തേച്ചെന്ന് അവളും അറിയട്ടെ. അപ്പോൾ ഗോവിന്ദ് പറയും, നീ പറഞ്ഞാലേ പ്രിയ വിശ്വസിക്കില്ല. വിശ്വസിപ്പിക്കാനേ എനിക്കറിയാം. ഇല്ലടി പ്രിയമോൾക്കേ എന്നെയാ നിന്നേക്കാൾ വിശ്വാസം. അവളുടെ ഏട്ടനല്ല, അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ. അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയും, അയ്യോ പാവം പ്രിയ, അവൾക്ക് ഇതിലും വലുത് എന്തോ വരാനിരിക്കുക. ഡീ അലറണ്ട, പ്രിയയുടെ മുമ്പിൽ ഞാൻ ആ രഹസ്യം പൊട്ടിക്കാൻ പോവുക.
പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞവരൊന്നും ഇതുവരെ പൊട്ടിച്ച ചരിത്രമില്ല. കുരയ്ക്കും പട്ടി കടിക്കില്ല. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയും, ഓഹോ അങ്ങനെയാണോ, എന്നാലേ കണ്ടോ. ആ ഗീതു നേരെ പോയി പ്രിയയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. പ്രിയ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ആ ചേച്ചി അവിടെ എന്തായി? രേഖച്ചയെ പുറത്താക്കണം എന്നുള്ള അമ്മയുടെ വാശിയൊക്കെ തീർന്നോ? ആ അതങ്ങനെ നീറി നിൽപ്പുണ്ട്. വരുണേട്ടൻ അകത്തെത്തിയാലേ നിന്റെ അമ്മയുടെ ഷോ കഴിയുള്ളൂ. ആ പിന്നെ ഇപ്പം രാധികാമ്മയേക്കാൾ ഷോ കാട്ടുന്നത് നിന്റെ ഗോവിന്ദേട്ടനാ. ഏട്ടനെന്താ പ്രശ്നം? അപ്പോൾ ഗീതു പറയും, എൻ്റെ കൂടെയുണ്ട്, ഞാനേ ഫോൺ ലൗഡ് സ്പീക്കറിലിടാം. കുറേ കാലമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. അപ്പം പ്രിയ പറയും, ചേച്ചി കാര്യം എന്താന്ന് പറ. അതൊരു കോൺട്രാക്റ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഗോവിന്ദ് ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പം പ്രിയ ഇങ്ങനെ കാത്തു നിൽക്കുക എന്താ ഗീതു പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, മാസങ്ങൾക്ക് മുമ്പേ നീ അറിയാതെ അറക്കൽ വീട്ടിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായി. അപ്പോൾ ഗോവിന്ദിൻ്റെ ടെൻഷൻ കയറി വരുന്നുണ്ട്. അപ്പം പ്രിയയും ചോദിക്കുകയാണ്, എന്ത് കോൺട്രാക്റ്റ്? അപ്പോൾ ഗീതുവിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഗോവിന്ദ് ശ്രമിക്കുകയാണ് പേടിയോടെ. അപ്പോൾ ഗീതു ഫോൺ കൊടുക്കാതെ പറയുന്നുണ്ട്, ആ കോൺട്രാക്റ്റ് കാലാവധി കഴിഞ്ഞതോടെ കാലഹരണപ്പെട്ടു. എന്നിട്ടും നിൻ്റെ ഏട്ടൻ ഇപ്പോൾ നാട്ടുകാരോട് മുഴുവൻ അതും പറഞ്ഞ് നടക്കുക. അപ്പം ഗോവിന്ദ് മെല്ലെ ഗീതുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഗീതു വേണ്ട. അപ്പോൾ ഗോവിന്ദിൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ഗീതു പറയാണ്, ഐ വേണം, പ്രിയ എല്ലാം അറിയട്ടെ കണ്ണേട്ടാ. അപ്പോൾ ഗോവിന്ദ് മെല്ലെ വായോണ്ട് പൊത്തിക്കൊണ്ട് കാണിക്കുകയാണ്, പറയല്ലേ പ്ലീസ് എന്ന്. അപ്പോൾ പ്രിയൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ അറിയാതെ അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയണം. അപ്പോൾ ഗോവിന്ദ് കെഞ്ചും പോലെ ഗീതുവിനോട് കൈകൊണ്ട് കാണിക്കുകയാണ്, പറയല്ലേ പ്ലീസ്. അത് എൻജോയ് ചെയ്തുകൊണ്ട് ഗീതു ചിരിച്ചിട്ട് എന്നൊക്കെ ആക്കുകയാണ്. അപ്പോൾ പ്രിയ ടെൻഷനോട് ചോദിക്കുന്നുണ്ട്, പറ ചേച്ചി, ഏട്ടൻ എന്ത് കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തേ? അപ്പോഴേക്കും ഗീതുവിൻ്റെ ഡ്രാമ തുടങ്ങുകയാണ്. നീ ഇത് കേൾക്കണം പ്രിയേ, എൻ്റെ കരളുരുകുന്ന വേദന നീ കേൾക്കണം. ഗോവിന്ദ് ആകെ മൊത്തം പെട്ട അവസ്ഥയിലാണ്. ഗീതു ഇപ്പോൾ പറയുമെന്നുള്ള ടെൻഷനിലാണുള്ളത്. അപ്പോഴേക്കും പ്രിയയും പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി പറഞ്ഞോ, അക്കാലത്ത് ഞാൻ കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്നൊരു ഫുഡ് ഡെലിവറി ഗേളായിരുന്നു. നീയും വിനോദും പ്രണയിച്ചിരുന്ന കാലം. അപ്പോഴേക്കും ഗോവിന്ദ് ഇടയിൽ കയറുകയാണ് ഫോണിനിടയിൽ. എന്നിട്ട് പറയുന്നുണ്ട്, അക്കാലത്ത് എന്ത് നടന്നു എന്നാ? ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഗീതു വേഗം ഫോൺ മാറ്റാണ്. നടന്നു, കോൺട്രാക്റ്റ് നടന്നു. അപ്പോൾ ഗോവിന്ദും ഗീതും കൂടെ പിടിവലി നടക്കുകയാണ്. എന്ത് കോൺട്രാക്റ്റ്? അതൊക്കെ വാക്കാൽ പറഞ്ഞതല്ലേ. അപ്പോൾ ഗീതുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, നമുക്കത് പുതുക്കാം, അല്ലെങ്കിൽ വേണ്ട ഉപേക്ഷിക്കാം. അപ്പോൾ ഗീതു ഷോക്കായിട്ട് ചോദിക്കും, ഉപേക്ഷിക്കാമെന്നോ? അല്ല നീ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാം. ഗോവിന്ദ് അവസാനം കാൽക്കീഴിൽ എന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ ഗീതു കുറച്ച് ജാട ഇട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഉറപ്പാണോ? ഉറപ്പ്. ഗീതു എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട് ഗോവിന്ദ് താഴ്ന്നു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് ഇടയിൽ കയറുകയാണ്. ഒന്നുമില്ല മോളെ, കൊച്ചിയിലെ നമ്മുടെ പുതിയ കോൺട്രാക്റ്റ് ഇല്ലേ, അതിൻ്റെ ബിൽഡിംഗ് പ്ലാനെ ഗീതുവിന് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ പേരിൽ വഴക്കിട്ടതാ. അപ്പോൾ ഗീതു ഇങ്ങനെ ആണോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, അല്ല മാസങ്ങൾക്ക് മുമ്പുള്ള കോൺട്രാക്റ്റ് എന്നാണല്ലോ ഗീതു ചേച്ചി പറഞ്ഞത്. അതെ, അത് മാസങ്ങൾക്ക് മുമ്പാണല്ലോ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത്, അക്കാര്യം മിണ്ടിപ്പോവരുതെന്നാണ് ഗീതു പറഞ്ഞത്. എന്നിട്ട് വീണ്ടും ഗോവിന്ദ് ഗീതുവിനെ നേരെ കൈകൊണ്ട് കാണിക്കണം, മിണ്ടല്ലേ എന്ന്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഏട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഗീതു ചേച്ചി പ്രവർത്തിക്കൂ, അതുകൊണ്ട് ഏട്ടൻ ഗീതു ചേച്ചി പറയുന്നത് കേൾക്കണം. അപ്പോൾ ഗോവിന്ദ് വെപ്രാളത്തോട് പറയാണ്, അംഗീകരിച്ചു, എനിക്കെന്താ വിരോധം? അപ്പോൾ ഗീതു വേഗം പറയാണ്, പ്രിയേ, ഞാൻ പറയുന്നത് മാത്രമേ അംഗീകരിക്കാവൂ എന്നുകൂടെ പറ, അല്ലെങ്കിലേ നിൻ്റെ ഏട്ടൻ മതിൽ ചാടും. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ ഗീതുവിൻ്റെ ചെവിയിലായിട്ട് പറയുന്നുണ്ട്, മതിൽ ചാടുന്ന നിൻ്റെ. അപ്പോൾ പ്രിയ പറയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി, ഏട്ടനെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. അപ്പോൾ ഗീതു സന്തോഷത്തോടെ പറയും, അപ്പോൾ പ്രിയ താങ്ക്സ്ഫുള്ളായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഇവിടുത്തെ ജീവിതം ശരിയാക്കി തന്നത് ചേച്ചിയാണ്, അതുകൊണ്ട് ചേച്ചിയും ഏട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് എൻ്റെ കടമയാണ്. നീ അങ്ങനെ കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇറക്കേണ്ട, ഞങ്ങളുടെ സുന്ദരി അനിയത്തി പ്രാവ് പാറി പറന്നങ്ങ് നടന്നാൽ മതി. ഗീതു സ്നേഹത്തോടെ പറയാണ് പ്രിയയുടെ. അതിനുശേഷം പറയുന്നുണ്ട്, ഇനി നിൻ്റെ ഏട്ടനെ ഞാൻ ശരിക്കും കൈകാര്യം ചെയ്തോളാം. അപ്പോൾ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെന്നെ കൈകാര്യം ചെയ്യുമോ? സ്ത്രീകളെ തിരിച്ചു തല്ലാൻ പാടില്ലെന്ന പോളിസി, അതുകൊണ്ട് എനിക്ക് തിരിച്ചടിക്കാനും പറ്റില്ല. അപ്പോഴേക്കും ഗീതു പ്രിയയുടെ കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം ഗോവിന്ദിനോട് പറയും, പ്രിയ പറഞ്ഞത് കേട്ടല്ലോ, ഇനി മേലിൽ കോൺട്രാക്റ്റ് മാരേജ് ഒന്നും മിണ്ടിപ്പോവരുത്. ഞാൻ ഇനി കരാർ ഭാര്യയാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഭൂം, അതോടെ കണ്ണേട്ടൻ തീർന്നു. അയ്യോ പറയില്ലേ, ഇനി ഞാൻ എന്താ അതിൻ്റെ പേരിൽ വേറെ വല്ല കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് തരണോ? കോൺട്രാക്റ്റ് ഒന്നും സൈൻ ചെയ്യണ്ട, പകരം ഇനി കോൺട്രാക്റ്റ് മാരേജ് എന്ന വാക്ക് ഉപയോഗിക്കില്ലെന്ന് എനിക്ക് പറഞ്ഞ് വാക്കുകൊണ്ട് ഒപ്പിട്ട് തരണം. അറക്കൽ ഗോവിന്ദ് മാധവിൻ്റെ ഒപ്പിനേക്കാൾ വിലയുണ്ട് വാക്കിനെന്ന് എനിക്കറിയാം. എൻ്റെ വാക്കിന് വിലയുണ്ടെന്നെങ്കിലും നീ സമ്മതിച്ചല്ലോ, ആശ്വാസം. എടി, അത്തരം ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളവനാണ് ഞാൻ. അതിനൊരു വാക്ക് പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ക്വാളിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗീതു തിരിച്ചു പറയാണ്. എന്ന അർത്ഥത്തിൽ ഗോവിന്ദ് നിൽക്കുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, പാലിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ പറഞ്ഞു പോയെങ്കിൽ അതൊക്കെ എടുത്ത് തോട്ടിക്കളയണം, അല്ലാതെ ഒരിക്കൽ പറഞ്ഞു പോയതിൻ്റെ പേരിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് മുട്ടാപ്പോക്ക. അതിന് ഞാൻ ജീവനേക്കാൾ വാക്കിന് വില കൊടുക്കുന്നതിനെ കൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഗോവിന്ദ് ചോദിക്കുകയാണ്. ഉണ്ട്, അത്തരം ഒരു വാക്കിൻ്റെ പേരിലാണ് ഞാനീ കിടന്ന് വെള്ളം കുടിക്കുന്നത്. ഏത് വാക്ക്?
എൻ്റെ ഏത് വാക്കാണ് നിന്നെ വെള്ളം കുടിപ്പിച്ചതെന്ന്. അപ്പോൾ ഗീതു ചെറുതായിട്ടൊന്ന് പതറുകയാണ്. അന്ന് ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഗോവിന്ദ് പറഞ്ഞ ആ വാക്കുകൾ ഗീതുവിൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. വേറെ ആരെ ഭാര്യയാക്കിയാലും നിന്നെ ഭാര്യയാക്കില്ല എന്നുള്ള ആ വാക്ക്. പെട്ടെന്ന് അത് മറന്ന പോലെ തന്നെ ഗീതു പറയുന്നുണ്ട്, അല്ല കോൺട്രാക്റ്റ് എന്നുള്ള വാക്ക്, ആ ഒരു വാക്ക് കണ്ണേട്ടൻ കുഞ്ചുവിനോട് പറഞ്ഞില്ലേ, അവളെന്നെ ഒരുപാട് പരിഹസിച്ചു. അപ്പോൾ ഗോവിന്ദും പറയണം, അവൾ നിന്നെ പരിഹസിച്ചെങ്കിൽ അത് മോശമായിപ്പോയി, അവളതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ആഹാ, മാപ്പൊന്നും ചോദിച്ചാൽ പ്രശ്നം തീരില്ല. കണ്ണേട്ടൻ പ്രായശ്ചിത്തം ചെയ്യണം. ഇപ്പം തന്നെ അവളുടെ അടുത്ത് ചെന്ന് നമ്മൾ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയണം. അത് വേണോ? ഞാനിപ്പോൾ അങ്ങനെ ചെന്ന് പറഞ്ഞാൽ എന്നെ നീ പറഞ്ഞു വിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലാവും. അത് നിനക്കൊരു കുറച്ചിലല്ലേ? എനിക്കൊരു കുറച്ചിലുമില്ല. അല്ലേ പിന്നെ ഞാനൊരു പെൺകോന്തനാണെന്ന് അവൾ ധരിക്കില്ലേ? തോന്നിക്കോട്ടെ, അതെനിക്കൊരു അഭിമാനമല്ലേ? വേഗം പോയി അവളോട് പറ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ പോരെ? ഒന്നും ആലോചിക്കാനില്ല, വേഗം ചെല്ല്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രിയയെ വിളിക്കും. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ നോക്കാണ്. വിളിക്കണോ? ഫോൺ എടുത്ത് കാണിക്കാം. വേണ്ട, ഞാനിപ്പോൾ പോയിട്ട് രഞ്ജുവിനോട് പറയാം. പറഞ്ഞാൽ ഇപ്പോൾ എന്താ കുഴപ്പം? എന്നിട്ട് ഗോവിന്ദ് പോവാണ്. അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതേടി കണ്ണേട്ടൻ പെൺകോന്തനാണെന്ന് തന്നെ നീ കരുതിക്കോ. നിൻ്റെ ഒരു അഭ്യാസവും ഈ ഗീതുവിൻ്റെ അടുത്ത് ചിലവാവില്ലെന്ന് നീ മനസ്സിലാക്കിക്കോ. അത് കഴിഞ്ഞ് ഗോവിന്ദ് നേരെ രഞ്ജുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞു ചോദിക്കുന്നത്? നിൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ രഞ്ജു ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഗീതു കരുതിയിരിക്കുന്നത് ഞാനാ പറഞ്ഞതെന്നാ. പറഞ്ഞത് ആരായാലും അത് സത്യമല്ലേ? പ്രിയയുടെ കല്യാണം നടക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയൊരു നാടകമല്ലേ ഈ കല്യാണം? നിങ്ങൾ തമ്മിൽ മാനസിക പൊരുത്തമില്ലാത്തത് കൊണ്ട് ഡിവോഴ്സ് കേസ് കോടതിയിലല്ലേ? പെട്ടെന്ന് പതറിക്കൊണ്ട് തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതൊന്നും സത്യമല്ല. നിന്റെ മനസ്സിൽ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണം. ഗീതു എൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ രഞ്ജു പുച്ഛത്തോടെ പറയുന്നുണ്ട്, എന്നോട് ഇങ്ങനെ പറയണമെന്ന് ആവശ്യപ്പെട്ടത് അവളായിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജു, അവൾ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അമ്മയുടെ സ്ഥാനം തന്നെ അവളുടേത്. അപ്പോൾ രഞ്ജുവും പറയാണ്, കറക്റ്റ്. നമ്മുടെ അമ്മയുടെ അതേ സ്ഥാനം നൽകി ഞാൻ ഗീതുവിനെ അങ്ങേയറ്റം വെറുക്കുന്നുണ്ട്. അത് ഗോവിന്ദിന് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. രഞ്ജുവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു മറുപടി ഗോവിന്ദ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയേറെ അവൾ അമ്മയെ വെറുക്കുന്നു എന്നുള്ളതും ഗോവിന്ദിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരി തന്നെ കണ്ടു നോക്കി. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.